ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഫുട്ബോളിൽ എങ്ങനെയാണ് കോയിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാക്സിമം സേവ് ചെയ്ത് വെക്കാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഫുട്ബോൾ കണ്ട കുറേ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ പലത് കോയിൻ്റെ ഇവൻ്റ് ഉണ്ട്, പലത് കോയിൻ അല്ലാത്ത ഇവൻറ്റുകളും ഇതെല്ലാം നമുക്ക് ഈ ഫുട്ബോൾ തരുന്നുണ്ട്. ഇപ്പോൾ ഈ മാച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ മാച്ച്. പക്ഷെ അതുപോലെ തന്നെ ചില കോയിൻ്റെ മാച്ചുകളുണ്ട്. ഞാൻ നോക്കട്ടെ. ഇതൊക്കെ കോയിൻ്റെ മാച്ചാണ്. ഇത് നമ്മളിപ്പോൾ ഏതൊരു ടീം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് കോയിൻ കൊണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ മാച്ചൊക്കെ നമുക്ക് കളിക്കുകയാണെങ്കിൽ ഈ 50 കോയിനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ഇവൻറ്റുകളിൽ അപ്പോൾ ഈ ഒരു 50 കോയിനൊക്കെ നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഈ മാച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ മിഷനും കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 50 കോയിൻ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ലഭിച്ച കോയിനുകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും കൊനാമി ഇതുപോലത്തെ ഓരോ പാക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ പാക്കുകളും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പാക്കുകളൊക്കെ കറക്കും. അപ്പോൾ പാക്കുകളൊക്കെ കറക്കിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ അടുത്ത് കോയിനൊക്കെ മിക്കതും പോവും. നമ്മൾ ഓരോരുത്തരുടെ ലെക്കനുസരിച്ച് കിട്ടുന്നവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ കോയിനും പോവും. കോയിന് ഇല്ലാത്തവരെന്ത് ചെയ്യും, ഇതുപോലെ പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കോയിൻ എടുക്കും. അപ്പോൾ നമ്മൾ പറയാനുള്ളത്, കൊനാമി പലതരം കാർഡ്സും കോൺട്രാക്റ്റ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്പിന്ന് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വെറുതെ എല്ലാ പാക്കും ചെന്നിട്ട് ഒരു 100 കോയിനൊക്കെ ആണെങ്കിൽ സ്പിന്ന് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പായിട്ട് എടുത്തോളൂ എല്ലാവരും. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക.